ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഇന്ന് അവസാന സീനായിട്ട് നമ്മൾ കണ്ടത് വേറെ ഒന്നുമല്ല, നന്ദു ഇങ്ങനെ ഐസിയുവിനകത്ത് ഇങ്ങനെ കിടക്കാണ് കേട്ടോ. അപ്പം ഒരു ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് കിടക്കുന്നത്. അവസ്ഥ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാണെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. ഇത് പുറത്ത് നിന്ന് നമ്മുടെ നയനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ചെറിയൊരു ഐസിയുടെ പുറത്ത് ചെറിയൊരു ആ ഒരു കാണാനുള്ള ആ ഒരു ചെറിയ കർട്ടൻ ഉണ്ട്, അത് നീക്കി നമ്മുടെ നയനെ കാണാണ്. അപ്പൊ ഇത് കണ്ടത് നയനയുടെ ചങ്ക് പൊട്ടി തന്നെയാണ് നയനെ കാണുന്നത്. നയനെ നേരെ നമ്മുടെ ആദർശിന്റെ തോളിലേക്ക് കരഞ്ഞുകൊണ്ട് അങ്ങ് വീടാണ് കേട്ടോ. ഒരിക്കലും എന്റെ അനിയത്തി ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു, അവളുടെ മനസ്സ് അതെനിക്കറിയാം, കാരണം അവൾ നല്ല ധൈര്യമുള്ള കുട്ടിയായിരുന്നു ആദർശ ചേട്ടാ. പക്ഷെ എന്താ പറ്റിയത് അവക്ക്? അവൾ എന്താ ഇങ്ങനെയായി പോയതാ? അനിയനെ അവൾ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു, അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവള് ഈ കടുങ്കൈ ചെയ്യില്ലായിരുന്നു ആദർശ ചേട്ടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഏതായാലും നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയെങ്കിലും നന്ദുവിനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കാം, അല്ലാതെ നമുക്ക് വേറൊരു മാർഗമില്ല. അതുമല്ല, ഇതിനൊക്കെ മുമ്പ് ഞാൻ ഇത് അറിയുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ, ഇവര് രണ്ടുപേരും ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവരെ രണ്ടുപേരെയും ഞാൻ ഒന്നിച്ചു വെക്കാൻ നോക്കിയേനെ. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം, നമ്മള് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിലാണ് നമ്മൾ രണ്ടുപേരും ചെന്ന് അകപ്പെട്ടത്. അപ്പൊ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടില്ല പരസ്പരം ഇഷ്ടപ്പെടാൻ വേണ്ടി. അങ്ങനെ ഒരു അവസ്ഥ ഇനിയിപ്പോ അനാമികയുടെയും അനിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ എന്ന് ഓർത്തിട്ടും എനിക്ക് സങ്കടമുണ്ട്. കാരണം അനാമികനെ ഇഷ്ടമില്ലാതെ തന്നെയാണ് അനി വിവാഹം കഴിക്കാനും പോകുന്നത്. കഴിക്കാൻ പോകുന്നതല്ല, കഴിച്ചു കേട്ടോ, വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായോ അത് അതേപടി അവരുടെ കുടുംബജീവിതത്തിലും ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരേ ഒരു മാർഗം അത് മാത്രമായിരുന്നു. സ്നേഹിക്കുന്നവർ, പരസ്പരം ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ വിവാഹം കഴിക്കുക നയനെ ചെയ്യേണ്ടത്. നിനക്ക് ഒരു വാക്ക് എന്നോട് പറയുമായിരുന്നെങ്കിലോ ഒരുപക്ഷെ ഈ ഒരു അവസ്ഥയിൽ നിന്റെ അനിയത്തി കിടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം നമ്മുടെ നയന പറയുന്നുണ്ട്, അവൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നതിന് എനിക്ക് സങ്കടമുണ്ട് ആദർശേട്ടാ, പക്ഷെ ഒരിക്കലും അവള് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് അപ്പുറമായിരിക്കും അനന്തപുരി തറവാട്ടിൽ അനിയുടെ ഭാര്യയായിട്ട് അവൾ കയറി വന്നു കഴിഞ്ഞാല്. കാരണം അത്രമാത്രം എന്റെ അനിയത്തി അവിടെ അനുഭവിക്കും, അതെനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ഇപ്പൊ എല്ലാവരും സന്തോഷിക്കുന്നത്, പുതിയ മരുമകളെ കാത്തിരിക്കുന്നത് അനാമികയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഒരുപക്ഷെ എന്നോടും നവ്യേച്ചിയോടും ഉള്ള ആ ഒരു വെറുപ്പ് കൊണ്ടും ആയിരിക്കാം അനാമികേനെ എല്ലാവരും സ്നേഹിക്കുകയും മരുമകളാക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്. അതിനൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്റെ നന്ദു ഞാൻ ഒറ്റ നിമിഷം ഞാൻ അവളെ ശ്രദ്ധിക്കാതിരുന്നതാ. ഞാൻ ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു. ആദർശ് ഇതിനിടയിൽ നമ്മുടെ നയനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതേ സമയം ആയിക്കോട്ടെ, വിവാഹ മണ്ഡപത്തിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വലം വെക്കുവാനുള്ള ആ ഒരു സമയം വരികയാണ്. അപ്പൊ ഇതിനിടയിൽ ആദർശിനെ തപ്പുക ദേവയാനി ചോദിച്ചു, അല്ല ആദർശിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും അവര് നോക്കിയപ്പോഴത്തേക്കും ആദർശിനെ കാണുന്നില്ല. അപ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് വേറൊരാള് പറഞ്ഞത്, ആരോ ഒരാൾ എന്തോ അത്യാവശ്യം പറഞ്ഞപ്പോഴത്തേക്കും നയനയും ആദർശം അങ്ങോട്ടേക്ക് പോയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും തന്നെ ദേവയാനിക്ക് കലി വന്നിട്ട്, അല്ലെങ്കിലും അവൾ അങ്ങനെ തന്നെയാ, അവൾ ഈ സമയത്ത് തന്നെ അവനെ കൊണ്ട് എങ്ങോട്ടേലും പോയതായിരിക്കും, അവക്ക് ഇത് തന്നെ അവളുടെ ഉദ്ദേശം. കാരണം ഈ ഒരു സമയത്ത് വേറെ ആരും ഇല്ലെങ്കിലും അനിയുടെ കൂടെ ആദർശ് കാണേണ്ടതായിരുന്നു, അവൾ എങ്ങോട്ടേ വിളിച്ചോണ്ട് പോയേക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇതേ സമയമാണെങ്കിൽ കനകദുർഗയും ഗോവിന്ദനും നവിക്കും വല്ലാത്തൊരു പേടിയും പരിഭ്രാന്തിയും ഒക്കെ ഉണ്ട് കേട്ടോ. നയനെ കാണുന്നില്ല, ആദർശിനെ കാണുന്നില്ല, നന്ദുവിനെ കാണുന്നില്ല. അപ്പൊ ഇവര് വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ നയന ചോദിക്കുക, നവ്യ ചോദിക്കുക, ഇപ്പം നവ്യനെ കാണുന്നില്ലല്ലോ അമ്മേ, അവരെവിടെ പോയി? ആദർശേട്ടനും നയനയും കൂടെ എങ്ങോട്ടേക്ക് പോയതാ? നന്ദുവിനെയും കാണുന്നില്ല, ഇതിപ്പോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഏതായാലും നന്ദുവിന്റെ അടുത്ത് സമാധാനിപ്പിക്കാൻ വേണ്ടി വല്ലതും പോയതായിരിക്കും ആദർശ് മോനും നയനും കൂടെ ചേർന്ന് നന്ദുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി. അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ പുറത്ത്, അപ്പൊ അതുകൊണ്ട് പോയതായിരിക്കും. ഏതായാലും നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർക്കൊക്കെ സംശയം തോന്നും, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകണ്ട, അവരേതായാലും ഉണ്ടല്ലോ, നന്ദുവിന്റെ കൂടെ ഉണ്ടല്ലോ, അത് മതി എന്ന് പറയുമ്പോഴത്തേക്കും ഗോവിന്ദനും പറയുന്നുണ്ട്, നവ്യെ അത് തന്നെയാണ് നല്ലത്, നമ്മൾ ഇവിടെ വേണം, അവരില്ലാത്ത സ്ഥിതിക്ക് നമ്മളും കൂടെ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ചില സംശയങ്ങളൊക്കെ വരും. പിന്നെ അറിയാലോ, ഇവര് ഒരു നല്ല ദിവസമായിട്ട് നമ്മൾ വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ മാറി നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ വലം വെക്കാനായിട്ട് നമ്മുടെ അനാമികനെ കൈ പിടിച്ച് വലം വെപ്പിക്കുകയാണ്. അപ്പം അനാമികയുടെ അച്ഛൻ ഇങ്ങനെ കൈയൊക്കെ പിടിച്ചു കൊടുത്ത് വലം വെക്കുന്ന ആ ഒരു സമയത്ത് താലി ഊരി താഴെ പോവാണ് കേട്ടോ. താലി തന്നെ ഊരി താഴെ പോകുന്നു.
ഇത് കണ്ടതും എല്ലാവരും ഞെട്ടി. കാരണം താലിമാല കല്യാണം കഴിഞ്ഞ ആ ഒരു മണ്ഡപത്തിനകത്ത് വെച്ച് തന്നെ താലിമാല ഊരി താഴെ പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യവുമല്ല. അതുമല്ല, പല അശകുനങ്ങളാണ് എന്ന് തോന്നൂലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഞെട്ടി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി അവിടെ നിന്ന് അടുത്തൊരു പ്രചരണം നടത്തി. ഇത് വേറെ ഒന്നുമല്ല, ഞാൻ അപ്പോഴേ പറഞ്ഞത് അവളെ മാല കെട്ടാൻ വേണ്ടി, മാല പിടിച്ച് പുറയിൽ കെട്ടാൻ വേണ്ടി അവളെ വിളിക്കരുത്, വേറെ ആരെങ്കിലും വിളിച്ചാൽ പോരായിരുന്നോ, ആ നയനെ കൊണ്ട് തന്നെ അപ്പൊ കെട്ടിക്കണം. ഇത് മനഃപൂർവ്വം അവള് ചെയ്ത പണി തന്നെയാ. അവള് ഇവിടെ എന്തെങ്കിലും ഒരു ഇതുണ്ടാകാൻ വേണ്ടി, ഇതിപ്പം മനഃപൂർവ്വം അവള് താലി അഴിച്ചു കളയാൻ വേണ്ടി അവള് വലിച്ചു മുറുക്കി കെട്ടിയതല്ല ഇത്. അവളിത് ലൂസാക്കി കെട്ടിവെച്ചത് മനഃപൂർവ്വമാണ്. എന്നിട്ട് അവള് തക്ക സമയത്ത് ആദർശിനെയും കൊണ്ട് മുങ്ങിയില്ലോ. ഇതൊക്കെ അവള് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി. അപ്പൊ ജലജയും അത് ഉറപ്പുള്ള കാര്യമല്ലേ, ഇതുപോലെ ഒരു മരുമകള് കയറി വരുന്നതേ ഇഷ്ടപ്പെടില്ല. അവൾമാര് പട്ടിണിയും പഞ്ഞവും പരിഭവവും ഒക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് കയറി വന്ന ദാരിദ്ര്യ കുടുംബമല്ലേ, പിന്നെ എങ്ങനെയാ ഇത്രയും നല്ല സ്വർണവും 400 പവനുണ്ട്, അത്രയും സ്വർണം ഇട്ടുകൊണ്ട് വരുമ്പോഴേക്കും അവക്ക് എങ്ങനെ പിടിക്കാനാ? ഒരിക്കലും പിടിക്കത്തില്ല. അതിനുവേണ്ടി അവള് ചെയ്തൊരു അടവ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നവ്യ ചെന്നിട്ട്, നിങ്ങൾ കൂടുതൽ സംസാരിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം, ഈ നിൽക്കുന്നത് എന്റെ അമ്മായിയമ്മയല്ല, അതുകൊണ്ട് അവരെന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട്, പക്ഷെ നിങ്ങൾ എന്റെ അമ്മായിയമ്മയാന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങൾ സൂക്ഷിച്ചും കണ്ട് സംസാരിക്കണം. ഒരിക്കലും നയനേച്ചിക്കോ എനിക്കോ അങ്ങനെ, നയനേച്ചി എന്നല്ലാട്ടോ സോറി, നയനയ്ക്കോ എനിക്കോ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങളാണല്ലോ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത്, നിങ്ങൾ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത്, ഞങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത്? മേല ഞാൻ ഇങ്ങനെ ചെയ്താലും നയനെ അങ്ങനെ ചെയ്യുന്നു നിങ്ങൾ പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറയാ. അങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തർക്കം ഉണ്ടാകുമ്പോഴത്തേക്കും തന്നെ ദേവയാനിയുടെ ഹസ്ബൻഡ് വന്ന് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ഇതിപ്പം താലി കെട്ടിയപ്പോൾ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നതായിരിക്കും. അതിപ്പം നമുക്ക് വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും എന്തെങ്കിലും പൂജയോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ട് ഇതങ്ങ് നമുക്ക് മാറ്റാന്നുള്ളതേ ഉള്ളൂ. അതിപ്പം നമുക്ക് ജോത്സ്യനെ കണ്ടിട്ടോ ഒക്കെ ചോദിച്ചാൽ മതിയല്ലോ, അതൊക്കെ ആ ദോഷമൊക്കെ തീരാന്നുള്ളതേ ഉള്ളൂ, എന്തെങ്കിലും ചെറിയ ദോഷമൊക്കെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ആ താലി താഴെ വീണിട്ട് പിന്നെ എടുത്ത് നമ്മുടെ അനി കഴുത്തിൽ കെട്ടി കൊടുക്കണമല്ലോ. ഏതായാലും അപ്പോഴൊന്നും അനി താലി കഴുത്തിൽ കെട്ടി കൊടുക്കുന്നില്ല. ഇനി താലി കഴുത്തിൽ കെട്ടി കൊടുക്കുമെന്നും അറിയത്തില്ല. കാരണം അനിയൊക്കെ ആഗ്രഹിച്ച പോലെ തന്നെയാണ്. അപ്പോഴത്തേക്കും അടുത്ത് ഇന്നൊരു സിദ്ധൻ വന്നിരുന്നായിരുന്നല്ലോ. അപ്പൊ ആ സിദ്ധൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സിദ്ധൻ പെട്ടെന്ന് എണീറ്റിട്ട്, ഇതൊരിക്കലും ഈ വിവാഹം ഞാൻ കൂടാനില്ല, ഈ വിവാഹം ഒരിക്കലും നല്ലതല്ല, ഈ വിവാഹം കൂടിയാൽ തന്നെ അതെനിക്ക് പാപമാണ്, അതുകൊണ്ട് ഞാൻ ഈ വിവാഹം കൂടാൻ ഇവിടെ ഇരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ സ്വാമി, ആ ഒരു സിദ്ധൻ എണീറ്റ് മാറി പോകുന്നുണ്ട് കേട്ടോ. ഇത് കല്യാണ മണ്ഡപത്തിൽ നിൽക്കുന്നവരൊന്നും കാണുന്നോ അറിയുന്നോ ഒന്നുമില്ല. ഏതായാലും ഇപ്പൊ രണ്ടാമത് താലി നിലത്ത് വീണു പോയതാണെങ്കിലും അനാമികയ്ക്ക് ഒരു ആശ്വാസം, താലി കഴുത്തി കെട്ടിയതാണല്ലോ, അത് താലി ചരടിൽ നിന്ന് താഴെ വീണാലും കഴുത്തിൽ കെട്ടിയതാണ്, വിവാഹം കഴിഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഓർത്ത് സമാധാനിക്കുകയാണ് അനാമികയും അനാമികയുടെ അമ്മയും അച്ഛനും ഒക്കെ. ഇതേസമയം വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കുന്നു. അങ്ങനെ നമ്മുടെ നന്ദുവിന് ചെറിയ ബോധമൊക്കെ വരികയാണ് കേട്ടോ. നന്ദുവിന് ചെറിയ ബോധം വരുമ്പോഴേക്കും തന്നെ നമ്മുടെ നയനെ അകത്ത് കയറിയിട്ട് ചോദിക്കും, മോളെ എന്തിനാ മോൾ ഇതൊക്കെ ചെയ്തത്? മോൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? മോളുടെ മനസ്സിൽ ഇത്രയധികം സങ്കടം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മോള് തന്നെയല്ലേ പറഞ്ഞത്, സാരമില്ല പോട്ടെ, ഞാൻ ഇതെല്ലാം സഹിക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട് മോൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞപ്പം എനിക്കറിയില്ല നയനേച്ചി, അതുപോലെ ഞാൻ അനിയനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു വിവാഹം കഴിഞ്ഞു എന്ന് എനിക്ക് കേൾക്കണ്ട, എനിക്ക് താല്പര്യമില്ല അതിനെക്കുറിച്ച്, ഞാൻ മരിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. ഒരിക്കലും ഞാൻ ജീവിച്ചിരുന്നാൽ അത് നിങ്ങൾക്കും സമാധാനം ഉണ്ടാവില്ല, അനിയുടെ ജീവിതത്തിൽ സമാധാനം കിട്ടില്ല, പിന്നെ എന്തിനു ഞാൻ ജീവിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്ന ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും മറക്കാതെ കാണുക. നാളെ രാവിലെ 7:30 ആകുമ്പോൾ നമ്മൾ എപ്പിസോഡ് ആയിട്ട് രാവിലെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.